ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞ് വരുമാന മാർഗ്ഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇതാണെങ്കിലോ അരി പാക്കറ്റാണ് കേട്ടോ. അരി പാക്കറ്റ് ജസ്റ്റ് ഒന്ന് ഷേപ്പിൽ കട്ട് ചെയ്തതാണ്. ഇതെല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ്. അതുമല്ലെങ്കിൽ പുറത്ത് വേസ്റ്റിലൊക്കെ ഇതിങ്ങനെ കളഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ അതുപോലെ കുറേ കുഞ്ഞു പീസ് തുണി കഷ്ണങ്ങളും ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ടൈലറിങ് ഷോപ്പിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ വേസ്റ്റിൽ കളയുന്ന തുണികളാണ് കേട്ടോ. ഇതുപോലെയുള്ള നീളത്തിൽ വീതി ചെറുതായിട്ട് 1 ഇഞ്ച് 1.5 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്ത പീസസാണ്. ഇത് വെച്ചിട്ടാണ് നമ്മളിന്ന് നല്ലൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ മറ്റുള്ളവരിലോട്ട് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. എങ്കിൽ ഞാൻ ഇൻഷാല്ല നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ്, അതെ, നമുക്ക് ലൈനിങ് വെച്ചിട്ട് ടോപ്പ് ചെയ്യുന്ന ക്ലാസ് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐഡിയ ആണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ നൂലുകൾ ഉണ്ടാവും അല്ലേ? അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വരുമാനം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഷുവറായിട്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റ് ഒന്ന് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു പീസസ് തുണി വെച്ചിട്ട് നമുക്ക് ഈ അരി പാക്കറ്റ് പോലുള്ള സാധനങ്ങളിൽ ഇത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നല്ല രീതിയിലാക്കിയെടുത്തിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? യെസ്, ഇനി നമ്മൾ ഈ ഒരു പാക്കറ്റ് ഇങ്ങനെ മെഷീൻ്റെ അടുത്ത് വെക്കുക. എന്നിട്ട് ഈ കുഞ്ഞു പീസസ് അത് നമുക്ക് ക്രോസായിട്ട് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാണ് ഞാനിനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം. ഞാൻ ആദ്യം ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഓരോ പീസും അതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ സ്റ്റിച്ചിങ് മെഷീൻ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ നിങ്ങൾ സൂചിയും നൂലും വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റും. നമുക്കത് സെയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഉണ്ടാക്കി സെയിൽ ചെയ്യാൻ പറ്റും. ഇതെങ്ങനെ ചെയ്തതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഇതിൻ്റെ അവസാനം വരെ നിങ്ങൾ കാണണം. കണ്ടു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇനി ഓരോ ക്ലോത്തും ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ ഇനി അടുത്ത പീസ് നമ്മൾ വെച്ച് കൊടുക്കണം. വെക്കുമ്പോൾ ക്രോസ് ആയിട്ട് വെക്കുക. അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഭംഗി കൂടും കേട്ടോ. ഇത് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നീളത്തിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഡോർ മാറ്റായിട്ട് യൂസ് ചെയ്യാം, ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമുക്ക് ഇതിൽ ഈ ഒരു ഐറ്റം കൊണ്ട് നമുക്ക് ഹാൻഡ് ബാഗ്സ് അതുപോലെ പല ഐറ്റംസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവസാനം നല്ല ഭംഗിയായിരിക്കും. നമുക്ക് ഷുവറായിട്ടും നല്ല രീതിയിൽ കസ്റ്റമർ കിട്ടും. ഓക്കെ, അരി പാക്കറ്റ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള എന്തെങ്കിലും ഷീറ്റൊക്കെ വെച്ചിട്ട് അതും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷേ അരി പാക്കറ്റ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ കളയുന്ന ഓരോ വേസ്റ്റ് കൊണ്ട് നമുക്ക് പല പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആരും സമയം കളയരുത്. നമ്മൾ മൊബൈൽ യൂസ് ചെയ്തിട്ടും TV നോക്കിയിട്ടൊക്കെ സമയം കളയാതെ ഇതുപോലെയുള്ള കാര്യങ്ങളിൽ അങ്ങ് ഇറങ്ങുക കേട്ടോ. ചില ആൾക്കാരൊക്കെ ഇതിങ്ങനെ നല്ല രീതിയിൽ ബിസിനസ്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ടൈലറിങ് ഷോപ്പിലെ വേസ്റ്റൊക്കെ ഒരാൾ പോയി കളക്ട് ചെയ്യും. എന്നിട്ട് അവരൊരു ടീം വർക്കായിട്ട് അവരെല്ലാവരും ഒന്നിച്ചിരുന്ന് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ നാടുകളിൽ കുറേ സ്ത്രീകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവരുടെ വരുമാന മാർഗ്ഗം, ഇപ്പോൾ സിംഗിൾ മദേഴ്സൊക്കെ അല്ലേ, ഡിവോഴ്സായിട്ടുള്ള സ്ത്രീകളൊക്കെ, അവർ ജീവിക്കാൻ വേണ്ടി ഇതുപോലെയുള്ള കാര്യങ്ങളാണ് വീട്ടിലിരുന്ന് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് അവർ ഈ കുടുംബശ്രീ പോലുള്ള സംഘടന അല്ലേ, അതിനങ്ങനെയാണെന്ന് തോന്നുന്നു പറയുക. അപ്പോൾ അതിലൊക്കെ പോയിട്ട് തൊഴിലുറപ്പും തോന്നുന്നു, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. അതിലൊക്കെ പോയിട്ട് അവർക്ക് എല്ലാവരും ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കി ഇതുപോലെയുള്ള ഐറ്റംസ് സെയിൽ ചെയ്യുന്നുണ്ട്. ഇന്ന് വീഡിയോ കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്ന് ലീവുള്ള ദിവസമാണ്. അപ്പോൾ ഞങ്ങളിന്ന് കുറച്ച് ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ ബിസി ആകുമ്പോൾ ചില സമയങ്ങളിൽ വീഡിയോസ് ഇടാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ചെറിയ കുഞ്ഞുള്ളതല്ലേ. അപ്പോൾ അതുകൊണ്ടെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ, ക്ഷമിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഓരോന്നും വെച്ച് കൊടുക്കുക. ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ 2 കളേഴ്സായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ 3 കളേഴ്സ് 3 ഡിസൈനായിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പോൾ പല പാറ്റേണിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഇതിൻ്റെ സ്പെഷ്യലായിട്ട് തുണി നമ്മൾ കളക്ട് ചെയ്യുകയൊന്നും വേണ്ട. വേസ്റ്റ്
അതെ, വേസ്റ്റ് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ അറ്റാച്ച് ചെയ്യുക, എന്നിട്ട് ഫുള്ളായിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കുന്നില്ല, കാരണം വീഡിയോ ലെങ്ത് കൂടും. അപ്പോൾ നമുക്ക് പരമാവധി എല്ലാറ്റിനും അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഇതൊക്കെ ട്രൈ ചെയ്യണം കേട്ടോ. പറ്റുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റയിലൊന്ന് ഫോട്ടോ അയച്ച് തരിക കേട്ടോ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞില്ല, ഇത് നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു വരുമാനം ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. വളരെ ഈസിയാണ്. അതും ഞാൻ പറഞ്ഞില്ല, വേസ്റ്റ് കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല കേട്ടോ, ഇത് വേസ്റ്റ് കൊണ്ട് ചെയ്തതാണെന്നുള്ളത്. ഇതിൻ്റെ അവസാനം വരെ കാണണം നിങ്ങൾ. ഇപ്പോൾ ഇതാ ഇങ്ങനെ കിട്ടി. ഇനി എല്ലാം ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഫുള്ളായിട്ട് അങ്ങ് അറ്റാച്ച് ചെയ്ത് പോവാം. നമ്മൾ പീസസ് വെക്കുമ്പോൾ ക്രോസ് ആയിട്ട് വെക്കുക കേട്ടോ, സ്ട്രൈറ്റ് അല്ല, ക്രോസ് ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ഭംഗി വരുന്നത്. ഓക്കെ, ഇതെന്തായാലും മനസ്സിലാവും. അപ്പം ഞാനിത് ബാക്കിയെല്ലാം ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഐറ്റം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പം നമുക്ക് വേസ്റ്റ് തുണി, ഇതിന് വലിയ ക്യാഷൊന്നും മുടക്കില്ലല്ലോ, നമ്മൾ കളയുന്ന തുണി വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇനി എന്ത് ചെയ്യുക, ഈ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. സെയിം ഓക്കെ, ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടിക്കോളും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ ഇതുപോലെയുള്ള അരി പാക്കറ്റ് കാണും, അത് വെച്ചിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിന് ക്യാഷൊന്നും മുടക്കില്ല. ഇത് നമ്മൾ കളയുന്ന സാധനം. അതേപോലെ തന്നെ ഈ കുഞ്ഞു പീസ് തുണികളും നമ്മൾ കളയുന്നതാണ്. നമുക്കിത് ഡോർ മാറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും, അതേപോലെ ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ തുണി നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ ഷേപ്പിലാക്കി അങ്ങ് എടുക്കുക കേട്ടോ. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ പൈപ്പിംഗ് പോലെ കൊടുക്കണം. അപ്പോൾ 1 ഇഞ്ച് വീതിയിലും പിന്നെ നമുക്ക് ആവശ്യത്തിന് എത്രയാണോ നീളം വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെറിയ പീസ് തുണി കട്ട് ചെയ്യാം. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സൽവാർ ലൈനിങ് വെച്ച് പഠിപ്പിക്കുമെന്ന്. ഇൻഷാല്ലാ ചെയ്യാം, പക്ഷേ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഞാൻ സൽവാറിൻ്റെ ലൈനിങ് വെച്ചിട്ടുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി എന്ത് ചെയ്യണം, ഇനി ഇതിൻ്റെ സൈഡിലൊരു പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കണം. ഇതുപോലത്തെ പീസ് തുണി എടുക്കുക. ഓക്കെ,
അടിയിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നീളത്തിലങ്ങ് സ്റ്റിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ടായിട്ട് ഇങ്ങനെ അകത്തോട്ടാക്കി കൊടുത്തിട്ട് ഇവിടെ പൈപ്പിംഗ് പോലെ ഇങ്ങനെ ആക്കി മടക്കി തയ്ക്കാം കേട്ടോ. ഞാൻ തയ്ക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതുപോലെ 4 സൈഡിലും പൈപ്പിംഗ് പോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനത് പെട്ടെന്ന് പോയിട്ട് ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ ഇതാ നമ്മുടെ അടിപൊളി ഡോർമാറ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത്. കാരണം ഇത് അരി പാക്കറ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കിത് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല, ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ കുറേ കാര്യങ്ങളായിട്ട് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ ഹാൻഡ് ബാഗ് ചെയ്യാൻ പറ്റും ഈ ഒരു ഡിസൈനിൽ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബാഗൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പൗച്ച് ചെയ്യാൻ പറ്റും, എല്ലാം ഈ ഒരു മോഡൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷുവറായിട്ടും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.